ഹലോ ഗൈസ്. പിന്നെ നമ്മുടെ കമന്റിന്റെ അടിയിൽ കമന്റ് ബോക്സിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇൻബോക്സിലായിക്കോട്ടെ, മോശമായി വരുന്ന ഏതൊരു കമന്റ്, ഏതൊരു മെസ്സേജും ഉറപ്പായിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ട്, ഞാൻ ഓൾറെഡി സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇന്ന ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം മുന്നേ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നെ. കണ്ണൂരത്തെ ഒരു വ്യക്തിയാണ് ആ ചെയ്തത് എന്നാണ് എന്നോട് പറഞ്ഞത്. ആളെ നേരിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഫേക്ക് ഐഡിയിലാണല്ലോ നമുക്ക് എന്ത് പറയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായി തോന്നുന്നൊക്കെ കമന്റ് ഇട്ടാ ഉറപ്പായിട്ട് ഞാൻ അത് കംപ്ലൈന്റ് ചെയ്യും, ആളെ കണ്ടുപിടിക്കും. ആളെ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം എനിക്ക് ഫാമിലി ഉണ്ട്. എന്റെ ഓരോ വീഡിയോസും എന്റെ ഫാമിലി കാണുന്നതാണ്. നിങ്ങൾ അതിൽ കയറിയിട്ട് എനിക്ക് എന്ത് ദേഷ്യം, അതാണോ പെണ്ണോ എനിക്കറിയില്ല. ഞാൻ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ കൂടെ എന്റെ തലയിൽ കയറി വരേണ്ട ആരും ഞാൻ ഉറപ്പായിട്ടും അതിന് കംപ്ലൈന്റ് ചെയ്യും. കംപ്ലൈന്റ് ചെയ്ത് ആളെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച എന്തായാലും എനിക്ക് നേരിട്ട് കാണാം. നേരിട്ട് കണ്ടാൽ ഞാൻ വീഡിയോ ചെയ്യും. അവരെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യും. ഇന്ന ആളെയാണ്. കുറെ പേർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ട്. പക്ഷെ എല്ലാവരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ആർക്കും ഒന്നും ചെയ്യാത്തടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള എന്ത് പ്രശ്നം വന്നാലും ഞാൻ അത് പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരും. അനാവശ്യ മെസ്സേജുകൾ വന്നാൽ ഞാൻ സ്റ്റോറി ഇടും. മെൻഷൻ ചെയ്തതിന് സ്റ്റോറി ഇടും. അതെനിക്ക് ഓൾറെഡി എന്നെ കുറിച്ച് അറിയാം. ഇനി അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കണം. മെസ്സേജ് അയച്ചുകൂടി ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ന്യായമായിട്ടുള്ള മെസ്സേജിനെല്ലാം റിപ്ലൈ ഉണ്ട്. പക്ഷെ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട, കമന്റ് ഇടാൻ നിൽക്കണ്ട. ഉറപ്പായിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. കംപ്ലൈന്റ് ചെയ്തോ ഞങ്ങൾക്ക് പേടിയില്ല എന്നാണെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോ നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോഴത്തേന് എനിക്കെല്ലാം പോകുന്നൊന്നുമില്ല. ഞാൻ പക്ഷെ എന്നാലും പറയാം, ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ട് ആരും നോക്കി കണ്ട് കമന്റ് ഇടണം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.